എല്ലാവർക്കും നമസ്കാരം. ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കോളിഫ്ലവർ കറിയുടെ റെസിപ്പിയുമായാണ്. ചപ്പാത്തി, അപ്പം, ചോറ് എന്നിവയോടൊപ്പം ചിക്കൻ കറിയുടെ ടേസ്റ്റോടെ കഴിക്കാവുന്ന ഒരു അടിപൊളി കറി. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കാം. വിനാഗിരി ഒഴിക്കുന്നത് കോളിഫ്ലവറിൽ വിഷവസ്തുക്കളുണ്ടെങ്കിൽ പോകാനാണ്. ഈ വെള്ളത്തിലേക്ക് അടർത്തിയെടുത്ത കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള നാളികേരം വറുത്തെടുക്കണം. ഒരു മുറി നാളികേരം ചെരുകിയത് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് വേപ്പിലയും ചേർത്ത് വറുത്തെടുക്കണം. ശേഷം ഇത് നന്നായി അരച്ചെടുക്കാം. നാളികേരം വറുക്കാനുള്ള സമയമില്ലാത്തവർക്ക് പച്ചനാളികേരം അരച്ചാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ആവശ്യമായത് 2 മീഡിയം സൈസ് സവാള, ഒരു കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, കറിവേപ്പില എന്നിവയാണ്. സവാള ചെറുതായി അരിഞ്ഞെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. പച്ചമുളക് നീളത്തിലരിയാം. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ മൂത്ത് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ നല്ലൊരു മണം വന്നു കഴിയുമ്പോൾ അരിഞ്ഞ സവാളയും പച്ചമുളകും ചേർക്കാം. ഇത് നന്നായി വാട്ടിയെടുക്കാം. പാകത്തിനുള്ള ഉപ്പും ചേർക്കാം. ഇതിനിടയിൽ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞു വയ്ക്കാം. കോളിഫ്ലവർ നന്നായി കഴുകിയെടുക്കണം. അരിഞ്ഞ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ്, പാകത്തിന് വെള്ളം എന്നിവ ചേർത്ത് ഇളക്കിയ ശേഷം സ്റ്റവിൽ വെച്ച് ഫ്ലെയിം ഓണാക്കാം. ഞാൻ ആ പാത്രത്തിൽ കൊള്ളാത്തതുകൊണ്ട് മറ്റൊരു പാത്രം എടുത്തതാണ്. കോളിഫ്ലവർ തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ലോ ആക്കാം. 5 മിനിറ്റ് ആകുമ്പോൾ കോളിഫ്ലവർ ഒരുവിധം വെന്തിട്ടുണ്ടാകും. നമ്മുടെ സവാള അപ്പോഴേക്കും വാടിയിട്ടുണ്ടാകും. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. പൊടികൾ നന്നായി മൂത്ത് വരുമ്പോൾ 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് ഒരു കുഴമ്പ് പരുവത്തിലായി വരുമ്പോൾ നമ്മുടെ കോളിഫ്ലവർ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് അരച്ച് വെച്ച നാളികേരവും ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് കൂടി വെച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. കുറുന്നനെയുള്ള കറി ഇഷ്ടമുള്ളവർക്ക് ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാകും. അല്ലെങ്കിൽ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചാലും മതി. ഇനി ഇതിലേക്ക് ഉള്ളി വറുത്തിടാം. സവാള വഴറ്റിയതാണെങ്കിൽ ഉള്ളി വറുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി കോളിഫ്ലവർ കിട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് കറി വെച്ച് നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. താങ്ക് യു.